ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ റോസിൻ്റെ മുരടിപ്പും മാറാനും ഇലകളിലെ കരിച്ചിലും അതുപോലെ പൂമുട്ടുകൾ കരിഞ്ഞു പോകുന്നതും ഒക്കെ മാറാനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദാ എൻ്റെ 1-2 റോസിൽ കണ്ടോ ഇങ്ങനെ മുട്ട് കരിയലും അതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് കരിഞ്ഞ പോലെയൊക്കെ ആയി പോകുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ റോസിന് കാണുന്ന ഒരു രോഗമാണിത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ നാടൻ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊന്നും നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെമിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടുന്നതാണ്. കണ്ടോ, ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഈ ഇലകളിലും ഇതിലൊക്കെ കാണുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് എല്ലാ റോസുകളിലും കാണുന്നതാണ് കേട്ടോ. മിക്ക റോസുകളിലും ഇത് കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഞാനിവിടെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. സാഫ് ഫംഗിസൈഡാണ്. അപ്പം അതിൻ്റെ ഒരു പിക്ക് ഞാനിവിടെ മേലെ എവിടെയെങ്കിലും കാണിക്കാം കേട്ടോ. അതല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ടാഫ്ഗോർ എന്ന് പറഞ്ഞ ഇൻസെക്ടിസൈഡ്. ഇത് നമുക്ക് റോസിന് മാത്രമല്ല ഓർക്കിഡിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആണ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് സാഫ് ഞാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഈ പൂവിൻ്റെ സൈഡിലും അതുപോലെ ഇങ്ങനെ ഇലകൾ ചുരുണ്ടുന്നുണ്ട്, അതിനകത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത ഒരു ചെടീൻ്റെ പുതിയ തളിരുകൾ വന്നതാണ്. ഈ ഇലകൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് ഞാൻ ടാഫ്ഗോറാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടാഫ്ഗോർ ആഴ്ചയിൽ 1 തവണയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, പിന്നെ നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ശേഷവും രാവിലെ 7 മണിക്ക് മുമ്പും മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ടൈമിലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്ലാന്റ് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളൊന്നും തൊടാത്ത രീതിയിൽ, കാരണം കെമിക്കലാണല്ലോ, അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാനിതാ ചെടികൾക്ക് വെയിലധികം അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടികളിൽ ചകിരീൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാറുണ്ട്. ടാഫ്ഗോർ നമുക്ക് എല്ലാ വളക്കടകളിലും കിട്ടുന്ന ഒന്നാണ്. അപ്പം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഡൈലൂട്ട് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് 1 മാസമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് യൂസ് ചെയ്യുമ്പം നമ്മൾ മാസ്കും ഗ്ലൗസും തീർച്ചയായിട്ടും ധരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.